പള്ളുരുത്തി നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമാകുന്നു. മധുര കമ്പനി കണ്ടങ്ങാട്ട് പാലം യാഥാർത്ഥ്യമാകാൻ ഇനി നാളുകൾ മാത്രം. പാലം പണി 1 വർഷം മുമ്പ് പൂർത്തിയായതാണെങ്കിലും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം നീണ്ടുപോയതാണ് പാലം തുറക്കാൻ തടസ്സമായത്. നിലവിൽ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇടക്കൊച്ചിയെയും പള്ളുരുത്തിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാ മാർഗമാണ് ഇതോടെ യാഥാർത്ഥ്യമാവുന്നത്. കാൽ നൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് മധുര കമ്പനി പാലം ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചി നഗരസഭ ഇലക്ഷന് മുൻപായിട്ട് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുവാനായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ വളരെ കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളുരുത്തി നിവാസികളുടെ കാൽനൂറ്റാണ്ടുകാലത്തെ ചിരകാല സ്വപ്നമാണ് മധുര കമ്പനി പാലം. പാലത്തിന്റെ നിർമ്മാണം 1 വർഷം മുമ്പ് പൂർത്തിയായിരുന്നു. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 31-ന് പാലം തുറന്നുകൊടുക്കാനായിരുന്നു അധികൃതരുടെ തീരുമാനമെങ്കിലും തുടർച്ചയായുണ്ടായ മഴയെ തുടർന്ന് അപ്രോച്ച് നിർമ്മാണം നീണ്ടുപോവുകയായിരുന്നു. ദ്രുതഗതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉടൻ തന്നെ പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. പള്ളുരുത്തിയുടെ 10-40 വർഷക്കാലത്തെ ചിരകാല സ്വപ്നമാണ് മധുര കമ്പനി പാലം. യഥാർത്ഥത്തിൽ ഒക്ടോബർ മാസം 31-ാം തീയതി ഞങ്ങളിത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നാണ് ആലോചിച്ചിരുന്നത്. പക്ഷേ 6 ദിവസം തുടർച്ചയായി പെയ്ത മഴ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നമുക്ക് കൽപ്പൊടി എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അതിനെ തുടർന്നുണ്ടായ 6 ദിവസത്തെ പ്രവർത്തനങ്ങൾ നിലച്ചതിൻ്റെ ഭാഗമായി കുറച്ച് സാങ്കേതിക പ്രശ്നം വന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് ശേഷം ഇതിൻ്റെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. 1995 മുതൽ 2000 വരെ കൊച്ചി നഗരസഭാ കൗൺസിൽ പ്രവർത്തിച്ചിരുന്ന കാലയളവിൽ സോമസുന്ദരപ്പണിക്കർ മേയറായും ജോൺ റിബല്ലോ ഇടക്കൊച്ചി 22-ാം ഡിവിഷൻ കൗൺസിലറായും സേവനമനുഷ്ഠിച്ച സമയത്താണ് പാലം നിർമ്മാണത്തിനായി ആദ്യമായി മണ്ണ് പരിശോധന നടത്തുന്നതിനുള്ള തുക നഗരസഭാ ബജറ്റിൽ ഉൾപ്പെടുത്തിയത്. ഇതേ തുടർന്ന് പദ്ധതി പ്രദേശത്തേക്ക് റോഡ് നിർമ്മാണവും നടന്നു. തുടർന്ന് CM ദിനേശ് മണി മേയറായും KJ ബേസിൽ കൗൺസിലറായും സേവനമനുഷ്ഠിച്ച കൗൺസിലിന്റെ കാലയളവിൽ 2005-ൽ പാലം നിർമ്മാണത്തിന് ശിലാസ്ഥാപനം നടത്തി. എന്നാൽ നിർമ്മാണം ദീർഘകാലം നിലച്ചതിനെ തുടർന്ന് 2020-ലെ കൗൺസിൽ അധികാരത്തിലെത്തിയ ശേഷമാണ് പദ്ധതി വീണ്ടും പുനരാരംഭിച്ചത്. വളരെ ദ്രുതഗതിയിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം, അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ജോൺ ഫെർണാണ്ടസ് MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നഗരസഭയുടെ ഫണ്ടിൽ നിന്നുമാണ് പാലം നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇപ്പോൾ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് രാജ്യസഭാ അംഗമായിട്ടുള്ള AA റഹീം MP ആണ്. അപ്പോൾ നഗരസഭയുടെ 50 ലക്ഷം രൂപ കൂടി അതിനുവേണ്ടിയും കൂടി ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ ഫണ്ടുകളുടെ ഏകോപനത്തോടു കൂടിയാണ് പള്ളുരുത്തിയുടെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നത്തിന് പൂവണിയാൻ പോകുന്നത്. അത് ഉദ്ഘാടന തീയതി വളരെ വേഗതയിൽ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവരെയും ഞങ്ങൾ അറിയിക്കുന്നതാണ്. പാലം തുറക്കുന്നതോടെ കുമ്പളങ്ങി, പെരുമ്പടപ്പ്, പള്ളുരുത്തി, തോപ്പുംപടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തുവാൻ സാധിക്കും. പള്ളുരുത്തി നിവാസികൾക്കും കണ്ണങ്ങാട്ട് പാലത്തിലൂടെ എളുപ്പത്തിൽ തേവരയിലേക്ക് എത്താം. ഇതോടെ ഇടക്കൊച്ചിയെയും പള്ളുരുത്തിയെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാമാർഗമായി പാലം മാറും. വാഹനങ്ങളുടെ ക്രമാതീതമായ വർധനവ് നമ്മുടെ നിരത്തുകളിൽ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു പാലത്തിന്റെ ആവശ്യകത വളരെ വലുതാണ്. കുമ്പളങ്ങി, പെരുമ്പടപ്പ്, തോപ്പുംപടി, പള്ളുരുത്തി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പട്ടണത്തിൽ നിന്നും എത്തുവാനായിട്ടുള്ള വലിയ ഒരു സജ്ജീകരണമാണ് ഈ ഒരു മധുര കമ്പനി പാലം വരുന്നതോടുകൂടെ ഉണ്ടാകുന്നത്. 25 വർഷത്തിലേറെയായി കാത്തിരിക്കുന്ന ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അതൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണെങ്കിൽ തന്നെ ഇത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി മാറുകയാണ്. മെട്രോ 7 ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ലിജൻ ജെയിംസിനൊപ്പം റിഡ്ജൻ റബൽ. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.